students. I am Dr. Laya Ebi, Assistant Professor of SNM Training College, Muthugunnu. We are here to discuss the topic records and its different kinds. A record is a document that is kept for future reference. Therefore, the school records are official transcripts or copies of proceedings of events, accounts of persons and equipment that is kept for school administration. Some of the examples are attendance register, stock register, admission register and cash book. Now we can pass on to the significance of school records or the need and importance of school records. Every institution has to keep an account of all the resources and the events in the institution. This is done through the records. We know for the functioning of an institution, the whole details about that institution as well as the whole stock and the human resources in that institution is very important. The details of these all are kept as records, and these records are needed for the proper functioning of the institution as well as for the audit and inspection. So now we shall go into the topic in detail. The maintenance of records is indispensable for the systematic and successful working of the school. ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് അവിടെയുള്ള ആളുകളുടെ അതുപോലെ അവിടെയുള്ള വസ്തുക്കളുടെ അതൊരു പക്ഷേ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, സ്റ്റോക്കിൽ വരുന്ന ബെഞ്ചും ഡെസ്കും അടക്കമുള്ള ഓരോ കാര്യത്തിൻ്റെയും കൃത്യമായിട്ടുള്ള ഒരു രേഖ ഉണ്ടാകേണ്ടതാണ്. അതിനായിട്ടാണ് നാം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യാറുള്ളത്. Official records are essential for the legal requirements and verification of the government. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ പല ഇൻസ്പെക്ഷനും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഓഡിറ്റായിട്ടും ഇൻസ്പെക്ഷനായിട്ടൊക്കെ പല വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കാറുണ്ട്. അപ്പോൾ അത്തരം പ്രോസസ്സിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒഫീഷ്യൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്തേ മതിയാവൂ. Records are necessary for school administration and effective management. ഇൻസ്പെക്ഷന് വേണ്ടി മാത്രമല്ല, ഒരു സ്കൂളിൻ്റെ ഭരണം നടത്താനും അതുപോലെ അതിൻ്റെ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റിനൊക്കെ നമുക്ക് റെക്കോർഡ്സിൻ്റെ ആവശ്യകത ഉണ്ടായേ പറ്റൂ. The budget and expenditure statement are prepared based on the facts and figures entered in the records. ഫിനാൻഷ്യലായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും അത് അത്യാവശ്യമാണ്. റെക്കോർഡ്സിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റും ബഡ്ജറ്റൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. റെക്കോർഡ് സെർവ് ആസ് എ ഡാറ്റ ബാങ്ക് ഓഫ് ഓൾ ദ റിസോഴ്സസ് ഓഫ് ദി സ്കൂൾ. ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആ സ്കൂളിലെ എല്ലാ റിസോഴ്സസിൻ്റെയും കണക്ക് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്നൊരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ ബാങ്ക് തന്നെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ റെക്കോർഡ് എന്ന് നമുക്ക് പറയാം. It provides an account of all the resources in the institution. Records have to be submitted for verification and auditing of government authorities. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വർക്കിങ്ങിന് ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കാറുള്ളത് അറ്റൻഡൻസ് എടുക്കലാണ്. ആ അറ്റൻഡൻസ് എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ കുട്ടികളുടെ ഒരു പേരിൻ്റെ ഒരു ലിസ്റ്റ് വേണം. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് അറ്റൻഡൻസ് രജിസ്റ്റർ. സോ ഓരോ നിമിഷവും ഒരു ടീച്ചർ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ പ്രസൻസ് മാർക്ക് ചെയ്യാനായിട്ട് ഒപ്പിടേണ്ടതായിട്ട് വരും. ഇപ്പോൾ പഞ്ചിങ് സിസ്റ്റമൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ അവിടെയും ദ ലിസ്റ്റ് ഓഫ് ദി സ്റ്റാഫ്, ദ നെയിം ഓഫ് ദി സ്റ്റാഫ് ആൻഡ് ദ ലിസ്റ്റ് ആൻഡ് ഹോൾ ഡീറ്റെയിൽസ് മസ്റ്റ് ബി ദർ. സോ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡിൻ്റെ ബേസിസ് തന്നെ ആണ് എന്ന് നമുക്ക് പറയാം. Now we can pass on to different kinds of school records. Now the main kinds are general records in which the school calendar, logbook, visitors book, service book, admission register, transfer certificate book. ഇത്തരം റെക്കോർഡ്സിനെ നമുക്ക് ജനറൽ റെക്കോർഡ്സ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് ഈസ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, അതായത് കാശുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാശിൻ്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ്. അക്വിറ്റൻസ് റോൾ, ക്യാഷ് ബുക്ക്, ലെഡ്ജർ ഓഫ് എക്സ്പെൻഡിച്ചർ, റെമിറ്റൻസ് ബുക്ക്, രജിസ്റ്റർ ഓഫ് പേ ബിൽസ്, ഫീ കളക്ഷൻ രജിസ്റ്റർ, ഗവൺമെൻറ് ഗ്രാൻസ് ഫയൽ, രജിസ്റ്റർ ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് സ്കോളർഷിപ്പ്, സ്റ്റുഡൻറ്റ് വെൽഫെയർ ഫണ്ട് രജിസ്റ്റർ.
ഇങ്ങനെയുള്ളതൊക്കെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ഡീലിങ്സിൻ്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ് ആയിരിക്കും. ദെൻ എഡ്യൂക്കേഷൻ റെക്കോർഡ്സ്, അതിനകത്ത് 3 കാറ്റഗറി നമുക്ക് കാണാം. വൺ ഈസ് ദ എഡ്യൂക്കേഷൻ റെക്കോർഡ് ഡീലിംഗ് വിത്ത് കരിക്കുലം ആൻഡ് ഡെയിലി വർക്ക്. Next is dealing with admission and attendance, and the third one is dealing with examination. So the education records dealing with the curriculum and daily work are class timetable, teachers timetable and general timetable. And the records which are dealing with the attendance and admission are admission register, pupils attendance register and teachers attendance register. It includes the attendance register of the whole staff. Then dealing with examination, annual examination result register, monthly progress registers, etc. Next is the equipment record, that is book of furniture and appliances, issue register, sports stock register, library catalog, register of newspaper and magazines received, stock registers of computer lab, science lab and other subject labs, then craft stock register. Next is correspondence record, അതായത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്ന എല്ലാവിധ കറസ്പോണ്ടൻസ്, ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് രജിസ്റ്റർ, മെമ്മോ ബുക്ക്, ഫയൽ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഡേഴ്സ്, ലീവ് രജിസ്റ്റേഴ്സ് എക്സെട്ര. ഒഫീഷ്യലി നമ്മൾ നടത്തുന്ന കത്തിടപാടുകളെല്ലാം ഇതിനകത്ത് വരുന്നതായിരിക്കും. സോ ദീസ് ആർ ദ മെയിൻ കൈൻഡ്സ് ഓഫ് സ്കൂൾ റെക്കോർഡ്സ്. ഇനി ഇതിനകത്ത് തന്നെ വരുന്ന ചിലതിനെങ്കിലും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് എക്സാം പർപ്പസിൽ പഠിക്കേണ്ടതുണ്ട്. So passing on to that main records. First one is admission register. It contains the details of all the pupils who are admitted to the school. ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികളുടെയും പേരും ബാക്കി ഡീറ്റെയിൽസും ആ അഡ്മിഷൻ രജിസ്റ്ററിൽ ഉണ്ടായിരിക്കും. ഇറ്റ് ഓൾസോ ഹാസ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി വിത്ഡ്രോവൽ ഓഫ് ദി ചൈൽഡ് ഫ്രം ദ സ്കൂൾ. അഡ്മിഷൻ എടുത്ത കുട്ടിയുടെ മാത്രമല്ല, അഡ്മിഷൻ എടുത്ത കുട്ടി ആ സ്കൂൾ വിട്ട് പോകുന്ന നിമിഷം ആ പോകുന്ന കുട്ടിയുടെയും ഡീറ്റെയിൽസ് അവിടെ എഴുതി ചേർക്കുന്നതായിരിക്കും. ചിലപ്പോൾ കോഴ്സ് കഴിഞ്ഞ് പോകുന്നതായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ്റെ പുറത്ത് പോകുന്നതായിരിക്കാം, ചിലപ്പോൾ പാരൻസിന് വല്ല ട്രാൻസ്ഫറോ ഒക്കെ കിട്ടിയിട്ടോ അതും അല്ലെങ്കിൽ സ്കൂൾ മാറാനുള്ള താല്പര്യത്തിൻ്റെ പുറത്തൊക്കെ മാറിപ്പോകുന്നതാകാം. പക്ഷെ എന്താണോ അതിൻ്റെ റീസൺ അടക്കം എഴുതി അവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. ദെൻ അഡ്മിഷൻ രജിസ്റ്റർ കണ്ടെയ്ൻസ് admission number, name of the pupil, date of admission, date of birth, name of the guardian, permanent home address, class to which admitted, class while leaving and the date of leaving, number and date of TC produced at time of admission and a reason for leaving. അപ്പോൾ ആ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കുട്ടിയുടെ പേര്, ദെൻ എന്നാണ് അഡ്മിഷൻ എടുത്തത്, ഡേറ്റ് ഓഫ് ബർത്ത്, പാരൻറ്റ്, അതുപോലെ ഹോം അഡ്രസ്സ് എന്താണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, എന്ന് പോകുന്നു, എന്തുകൊണ്ട് പോകുന്നു, എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. പല ഫിലിംസിലും നമ്മൾ കണ്ടിട്ടുണ്ട്, മെമ്മറീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പഠിച്ച് പോയ കുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെ അഡ്മിഷൻ രജിസ്റ്റർ നോക്കിയിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത്. സോ അതൊരു ഡാറ്റാ ബാങ്ക് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. Next is school calendar. It's a diary which contains complete information about the events and activities to be done in the school during the academic year. So it includes holidays, date of examination, date of arts fest, sports meet tournaments, study tours, etc. Then annual day, national and international days like Independence Day, Republic Day, then school foundation day, etc. അപ്പോൾ ആ സ്കൂളിൽ ആ വർഷം പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാ ഇവൻറ്റ്സിൻ്റെയും ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് അവിടുത്തെ എക്സാമിനേഷൻ ആൻഡ് ഹോളിഡേയ്സ്, ദെൻ ആർട്സ് ഫെസ്റ്റ്, സ്പോർട്സ് ഫെസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന പ്ലാനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൈമാറുന്ന ഒന്നാണ് സ്കൂൾ കലണ്ടർ എന്ന് പറയുന്നത്. അതായത് വർഷം നമുക്കൊരു കലണ്ടർ കിട്ടുന്ന പോലെ ഒരു സ്കൂളിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പ്ലാനിങ് അറിയാനുള്ള കലണ്ടറാണത്. അനദർ തിങ് ഈസ് അറ്റൻഡൻസ് രജിസ്റ്റർ ദറ്റ് വി നോ. It's a class-wise record in which the presence or absence of the child is recorded on a daily basis and a roll number is assigned to each name of the pupil. Holidays and absence of the child is marked with a red mark. Usually X or I into mark is used for the presence of the child and A is used for marking absence. Usually ആ A എഴുതാറുള്ളത് പോലും റെഡ് ഇങ്ക് വെച്ചിട്ടാണ്.
Then the name of the pupil who remains absent for 15 consecutive working days will be struck off from the roll. അത് നിയമം പറയുന്നൊരു കാര്യമാണ്. അറ്റൻഡൻസ് രജിസ്റ്ററിൽ തുടർച്ചയായി 15 ദിവസം കുട്ടി മുടങ്ങുകയാണെങ്കിൽ കുട്ടിയുടെ പേര് വെട്ടാവുന്നതാണ് എന്നാണ് നിയമം. ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി റെക്കോർഡ് ദാറ്റ് മസ്റ്റ് ബി കെപ്റ്റ് ബൈ എവറി ക്ലാസ് ഇൻ എ സ്കൂൾ. നിർബന്ധമായിട്ട് ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിന് അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടായിരിക്കണം. എപ്പോൾ വേണമെങ്കിലും ആർക്കും വെരിഫിക്കേഷൻ ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. ആ ക്ലാസ്സിലെ കുട്ടികളുടെ കൃത്യമായിട്ടുള്ള എണ്ണവും ഡീറ്റെയിൽസും അതിൽ നിന്നും കിട്ടുന്നതായിരിക്കും. ദ ക്ലാസ് ടീച്ചർ ഇസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദിസ് റെക്കോർഡ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ സമ്മറി ഓഫ് ദി ആവറേജ് ഡെയിലി അറ്റൻഡൻസ് ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് അറ്റൻഡൻസ് ഗെയിൻഡ് ബൈ ദ ചൈൽഡ്. അപ്പോൾ യാതൊരു കാരണവശാലും ഇതിനകത്ത് നമ്മൾ തെറ്റായ രീതിയിൽ ഒരിക്കലും കുട്ടിക്ക് അറ്റൻഡൻസ് കൊടുത്തേക്കരുത്. സപ്പോസ് കുട്ടി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അവനെന്തെങ്കിലും കുറ്റകൃത്യത്തിൽ പെടാം, അല്ലെങ്കിൽ അവനെന്തെങ്കിലും അപകടം പറ്റാം. അപ്പോൾ എന്തെങ്കിലും അത്തരം സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ വർക്കിംഗ് ഡേ ആണെങ്കിൽ ആദ്യം അത് വെരിഫൈ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഈ പറയുന്ന ക്ലാസ് രജിസ്റ്റർ, ഈ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തിട്ടായിരിക്കും. കുട്ടി ഇല്ലാത്തൊരു ദിവസം നമ്മൾ അവിടെ പ്രസൻസ് കൊടുക്കുകയാണെങ്കിൽ അത് ലീഗലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. കുട്ടി ക്ലാസ്സിലില്ലാതെ ഒരിക്കലും നമ്മൾ അറ്റൻഡൻസ് കൊടുത്തേക്കരുത്. Next is the attendance register of the staff. Just like the students are having an attendance register, the whole staff is also having an attendance register. So it's an attendance register of the staff. It's daily turnout record of the teachers and the staff of the school, including the headmaster. It indicates the role of entire staff of the school, daily presence or absence, type of leave they have availed, total leave taken for the month, etc. സ്റ്റാഫിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവരുടെ ലീവ് ഡീറ്റെയിൽസും കൂടി എഴുതണം. അവരെടുത്തിരിക്കുന്ന ലീവ് ക്യാഷ്വൽ ലീവാണോ, കമ്മ്യൂട്ടഡ് ലീവാണോ, അങ്ങനെ ലീവിൻ്റെ നേച്ചർ അടക്കം അവിടെ മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓരോ മാസവും കഴിയുമ്പോൾ ആ മാസത്തിൽ എടുത്ത ടോട്ടൽ ലീവ് എത്രയാണെന്നും ദെൻ ഇതുവരെ ജനുവരി മുതൽ ഈ ഒരു പർട്ടിക്കുലർ മാസം വരെ എടുത്തിട്ടുള്ള ടോട്ടൽ ലീവ് എത്രയാണെന്നും ഇത് രണ്ടും അവിടെ മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. The attendance register of the teaching staff and non-teaching staff are kept as separate records. Next is log book. It's a register for recording the remarks of the inspecting authorities of the Department of Education who pay an official visit to the school. ചിലപ്പോൾ സ്കൂളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചില വിസിറ്റ് വരാറുണ്ട്. അപ്പോൾ ആ വിസിറ്റിനായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നൊരു ബുക്കാണ് ലോഗ് ബുക്ക്. ഇറ്റ് ഹാസ് മെയിൻലി 2 parts. The first portion is meant for recording the facts and figures relating to the school, and the second part contains remarks and observation made by the inspecting authorities on the performance and documents of the school, which include academic and non-academic matters. 2 പാർട്ടാണ് ഈ ബുക്കിനുള്ളത്. ആദ്യത്തെ പാർട്ടിൽ അക്കാഡമിക് ആയിക്കോട്ടെ നോൺ അക്കാഡമിക് മാറ്റേഴ്സിലായിക്കോട്ടെ അത്തരം ഡീറ്റെയിൽസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എന്തൊക്കെയാണോ അത്തരം ഡീറ്റെയിൽസ് അവിടെ എൻട്രി ചെയ്തിട്ടുണ്ടാകും. ഇറ്റ് വിൽ ബി പ്യുവർലി ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. അത് വരുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആ നമ്മൾ എഴുതിയിരിക്കുന്ന ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് കറക്റ്റ് ആണോ എന്നുള്ളത് അവർ ബാക്കി റെക്കോർഡ്സും കൂടി വെച്ച് കമ്പയർ ചെയ്ത് അവരത് വെരിഫൈ ചെയ്യും. ആ വെരിഫൈ ചെയ്തിട്ട് അവരുടെ റിമാർക്സ് എന്താണോ ആ റിമാർക്സ് ആണ് അവർ സെക്കൻഡ് പാർട്ടിൽ എഴുതുന്നത്. So entries may include changes in curriculum, introduction of new textbooks and instruction, then visit of inspecting officials, changes in the school routine, then opening of new building and hosting of tournaments, etc. Next is cash book and ledger. Cash book എന്ന് പറഞ്ഞാൽ സഭയുടെ വേർഡിൽ നിന്ന് തന്നെ you will get the meaning. It's a record of the daily money transaction in the school. And it has 2 parts, that is the credit side and the debit side. നമ്മളുടെ ബാങ്ക് പാസ്ബുക്കിലൊക്കെ കാണുന്ന പോലെ ക്രെഡിറ്റും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡെബിറ്റ് എഴുതാനുള്ള കോളം ഉണ്ടായിരിക്കും. ആൻഡ് ദീസ് മണി ആർ റിസീവ്ഡ് ബൈ ദ സ്കൂൾ ഇൻ ദ ഫോം ഓഫ് ഫീസ്, ഫണ്ട് ഡൊണേഷൻ, സ്കോളർഷിപ്പ്, സ്റ്റൈഫൻസ്, ഗ്രാൻസ് എക്സെട്ര. അപ്പോൾ ഇത്തരം രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്ന കാശും അതുപോലെ തന്നെ ചിലവാകുന്ന കാശിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് എൻട്രി ചെയ്യാറുണ്ട്. ആൻഡ് ക്യാഷ് ബുക്ക് പോലെ തന്നെ കീപ്പ് ചെയ്യേണ്ട മറ്റൊന്നാണ് ലെഡ്ജർ. ഇറ്റ്സ് ഓൾസോ എ നെസസറി കോംപ്ലിമെൻറ്റ് ഓഫ് ദി ക്യാഷ് ബുക്ക്, and all entries made in the cash book are carried to the ledger in their respective accounts in an item-wise manner, which helps to get a detailed idea of the amount spent on a particular item. These records help in preparing the financial budget and expenditure statement. ക്യാഷ് ബുക്കിലെ എൻട്രി കംപ്ലീറ്റ് ഒരു ഹെഡ് വൈസ് ആയിട്ട് നമ്മൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി പാർട്ടായ ലെഡ്ജറിലും കൂടി ഇൻക്ലൂഡ് ചെയ്യും.
So it will be better for the account person to prepare the financial budget and expenditure statement based upon it. Then stock register is a register for keeping the record of all the movable property in a school. It includes the details of furniture and equipments purchased in the school. പൊതുവേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് ബെഞ്ച് ഡെസ്ക് മുതൽ ഒരു പക്ഷേ കമ്പ്യൂട്ടർ ലാബിലെ വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് വരെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലബോറട്ടറിയിലെ വലിയ വലിയ എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം വരുന്നത് ഈ സ്റ്റോക്ക് രജിസ്റ്ററിൻ്റെ കീഴിലാണ്. ചിലപ്പോൾ സ്റ്റോക്ക് രജിസ്റ്റർ ഇപ്പോൾ ലാബിലേക്കൊരു സ്റ്റോക്ക് രജിസ്റ്റർ, കമ്പ്യൂട്ടർ ലാബിലേക്കൊരു സ്റ്റോക്ക് രജിസ്റ്റർ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് ആയിട്ടും കീപ്പ് ചെയ്യാറുണ്ട്. ബട്ട് ഓവറോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കംപ്ലീറ്റ് എക്യുപ്മെൻറ്റ്സ്, അതവിടുത്തെ ബെഞ്ചും ഡെസ്കും അടക്കമുള്ള എല്ലാ സ്റ്റോക്കും, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തേക്ക് കയറി വന്നിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും അതുപോലെ തന്നെ എല്ലാ പ്രോപ്പർട്ടിയും ഒരു സ്റ്റോക്ക് രജിസ്റ്ററിൻ്റെ ഉള്ളിൽ എൻട്രി നേടിയിട്ടുള്ളതായിരിക്കണം. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഐറ്റം, ക്വാണ്ടിറ്റി, പ്രൈസ്, ഡേറ്റ് ഓഫ് പർച്ചേസ്, name of the agency who supplied the material, authority ordering its purchase. A physical verification of the entire school property is done annually on the basis of the stock register. So ഇത് നമ്മൾ മേടിച്ച എക്യുപ്മെൻറ്റ് അത് എവിടെ നിന്ന് മേടിച്ചു, അതിൻ്റെ ബില്ല്, അതിൻ്റെ ബിൽ നമ്പർ, എത്ര ക്വാണ്ടിറ്റി, എത്ര രൂപയ്ക്ക്, ഡേറ്റ് ഓഫ് പർച്ചേസ് എന്നായിരുന്നു, ഇങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അതുമായി ചേർന്നത് നമ്മളവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോരാതെ എല്ലാ വർഷവും അവസാനവും അതിൻ്റെ ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നതായിരിക്കും. Next is acquittance register, that is also known as salary register, which gives the details of the salary paid to the staff. The register shows salary details such as basic pay, DNS allowance, house rent allowance, provident fund deposit and insurance premium etc. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റാഫ് കൈപ്പറ്റുന്ന സാലറിയുടെ ഡീറ്റെയിൽസ് ആണ്. അതിൻ്റെ ഡിവിഷൻസും കാണിച്ചിരിക്കും. ബേസിക് പേ എത്രയാണ്, ഡി എത്രയാണ്, എത്ര രൂപയാണ് HRA ആയിട്ട് കൊടുക്കുന്നത്, ദെൻ PF എത്ര രൂപ പിടിച്ചു, അതുപോലെ ഇൻഷുറൻസ് ആയിട്ട് എത്ര രൂപ നമ്മൾ അടക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാത്തിൻ്റെയും കോളം തിരിച്ച് ഫുൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന ഒരു രജിസ്റ്ററിനെയാണ് നമ്മൾ അക്വിറ്റൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റാഫ് കൈപ്പറ്റുന്ന സാലറിയുടെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്ന സാലറി രജിസ്റ്ററിനെയാണ് യു ആർ കോളിംഗ് ഇറ്റ് ആസ് അക്വിറ്റൻസ് രജിസ്റ്റർ. നെക്സ്റ്റ് ഇസ് സർവീസ് ബുക്ക്. It's a comprehensive record of the employee's details like date of appointment, transfer, date of birth, educational qualification, identification mark, permanent home address, then study leave or extraordinary leave taken with or without pay, grades received etc. ഒരു സർവീസ് ബുക്ക് എന്ന് പറയുന്നത് അത് അവിടുത്തെ സ്റ്റാഫിൻ്റെയാണ്. ആക്ച്വലി സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഒരാൾ ജോലിക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്കൊരു സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്യപ്പെടും. അവിടെ ആളുടെ പേര്, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എത്രയാണ്, ദെൻ ഇതുവരെ വർക്ക് ചെയ്തപ്പോൾ എപ്പോഴൊക്കെ ട്രാൻസ്ഫർ കിട്ടി, എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടി, ദെൻ അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ലൈക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്, അയാളുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എത്രയാണ്, എന്താണ്, അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതുപോലെ അദ്ദേഹം ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് തരം ലീവായിരുന്നു, സ്റ്റഡി ലീവാണോ, പേയോട് കൂടിയ ലീവാണോ, അതോ ലോസ് ഓഫ് പേയിലെടുത്ത ലീവാണോ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ടായിരിക്കും. ഇതുകൂടാതെ അവർക്ക് ജോലിയിലിരിക്കെ വന്നിട്ടുള്ള ഗ്രേഡുകൾ, ലഭിച്ചിട്ടുള്ള ഗ്രേഡുകൾ അല്ലെങ്കിൽ പ്രൊമോഷൻസൊക്കെ അതിനകത്ത് എൻറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. So service book is opened after a person joins the service to record the complete details of his official journey and qualification which made him eligible for that post. So that is service book. ഒരാൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ അയാളുടെ ആ ഒരു ഒഫീഷ്യൽ ജേർണി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ബുക്കാണത്. മാത്രമല്ല അയാളെക്കുറിച്ചും അയാളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വിച്ച് മെയ്ഡ് ഹിം ഏബിൾ ഓർ കേപ്പബിൾ ഫോർ ദിസ് പെർട്ടിക്കുലർ പോസ്റ്റ്, അത്തരം ഡീറ്റെയിൽസും ഇതിനകത്ത് എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ദ ഹെഡ് മാസ്റ്റർ ഓർ ദ ഹയർ അതോറിറ്റി ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദിസ് സർവീസ് ബുക്ക്. തീർച്ചയായിട്ടും ഇതിൻ്റെ മെയിൻ കസ്റ്റോഡിയൻ ഹെഡ് മാസ്റ്റർ തന്നെയാണ്. ഒഫീഷ്യലായിട്ടുള്ള പർപ്പസിന് ഇത് വെരിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ ആയിട്ടും ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേഡൊക്കെ അല്ലെങ്കിൽ പ്രൊമോഷൻ വരുമ്പോൾ, ട്രാൻസ്ഫർ വരുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യാനും അത് വെരിഫൈ ചെയ്യാനും ചിലപ്പോൾ DDയിലേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകാറുണ്ട്, ഹയർ അതോറിറ്റീസിലേക്ക് കൊണ്ടുപോകാറുണ്ട്. Next is correspondence register. So it keep the details of the correspondence between school and the external agencies. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും പുറത്തുള്ള ഏജൻസീസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള സ്റ്റാഫുമായിട്ട് നടത്തിയിട്ടുള്ള
കത്തിടപാടുകളോ അല്ലെങ്കിൽ അതേ രീതിയിൽ നടത്തിയിട്ടുള്ള റിക്വസ്റ്റ് ആയിരിക്കാം, മെമ്മോ ആയിരിക്കാം. അപ്പോൾ അത്തരം രീതിയിൽ നടത്തിയിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ നടത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ് മേ ഇൻക്ലൂഡ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ദി ലെറ്റേഴ്സ് വിച്ച് ആർ ഡിസ്പാച്ച്ഡ് വിത്ത് ഡിസ്പാച്ച് നമ്പർ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ലെറ്റർ പോകുന്നുണ്ടെങ്കിൽ അത് ഏത് നമ്പറിലാണ് ലെറ്റർ നോട്ട് ചെയ്തിട്ട് പോകുക, അതിനൊരു നമ്പറൊക്കെ കൊടുക്കും. സോ ആ നമ്പർ അതടക്കം ഏത് അഡ്രസ്സിലേക്ക് അയച്ചു, എന്നയച്ചു, അത്രയും ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അത് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടാണ് അയക്കുന്നതെങ്കിൽ അതിൻ്റെ റെസീപ്റ്റും അവിടെ ഒട്ടിച്ച് വയ്ക്കേണ്ടതായിട്ട് വരും. ദെൻ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓൺ ദ കണ്ടൻറ് ഓഫ് ദി ലെറ്റർ, അഡ്രസ് ഓഫ് ദി പേഴ്സൺ എക്സെട്ര ആർ ഓൾസോ ഇൻക്ലൂഡഡ്. ഫോർ എക്സാമ്പിൾ, ആർക്കാണ് ആ കത്ത് എന്ത് സബ്ജക്റ്റിനെ കുറിച്ചാണ് ആ ലെറ്റർ അയക്കുന്നത്, അത്തരം കാര്യങ്ങൾ അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. ദ സബ്ജക്റ്റ് ഓഫ് ദി ലെറ്റർ ഹാസ് ടു ബി ഓൾസോ കോട്ടഡ് ദർ. So these are some of the main records that is used in the institution. ഇത്ര അല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ റെക്കോർഡ്സ്, ഒത്തിരി റെക്കോർഡ്സ് ഉണ്ട്, എങ്കിലും ഒരു 5-6 നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരിക്കണം. സോ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വർക്കിങ്ങിന് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. വെരിഫിക്കേഷന് വേണ്ടി മാത്രമല്ല, പലപ്പോഴും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വർക്കിങ്ങിനും അത് അത്യാവശ്യമായിട്ട് വരും. മാത്രമല്ല, ഒരു കണക്ക് എല്ലാത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തോട്ട് കയറുന്നതും അവിടെ നശിഞ്ഞു പോയിട്ടുള്ളതായാലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പുറത്തോട്ട് പോകുന്നതായാലും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. സോ there comes the importance of this school records. Thank you. If you have any doubt, feel free to contact me. Thank you.